കർത്താവിൻ്റെ ദിവ്യനാമം വർദ്ധിക്കുമാറാകട്ടെ. ഈ രാത്രിവേളയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും വന്നു ചേരുവാനും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനും ദൈവശക്തി അനുഭവിക്കാനും ഒക്കെ ഇടയായിക്കൊണ്ടിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. താല്പര്യത്തോടെ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ നിങ്ങളുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഇവിടെ എല്ലാ സന്ധിയിലും ഓടിയെത്തുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം കർത്താവിൻ്റെ നാമനിമിത്തം, കർത്താവിനോടുള്ള സ്നേഹനിമിത്തം ചെയ്യുന്നതൊന്നും ദൈവം മറന്നു കളയുകയില്ല. അതെല്ലാം ദൈവം തൻ്റെ നീതിയുള്ള നാളിൽ നമുക്ക് ഓരോരുത്തർക്കും നന്മയ്ക്കായി കണക്കിടുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. വരും ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കേണ്ട ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ വചനമായി നിൽക്കുവാൻ താല്പര്യപ്പെട്ടപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ആലോചനകൾ ഞാൻ പങ്കിട്ടത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നായിരുന്നു. ഇതുപോലെയുള്ള ഒരു സഭയ്ക്ക് അത് പ്രയോജനമായി തീരുമെന്ന് ദൈവാത്മാവിൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു കൺവിക്ഷൻ കൊണ്ടാണ് അത് ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെട്ടത്. ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ വലിയ പ്രത്യക്ഷമായ അത്ഭുതങ്ങളൊന്നും ഇവിടെ കണ്ടില്ലെങ്കിലും വരും ദിനങ്ങളിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാൽ അത് ഈ സഭയ്ക്ക് പ്രയോജനമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ ഈ രാത്രി വളരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയുടെ ഒരു മണ്ഡലത്തിലോ നമ്മുടെ ലോജിക്കുകൾ അപ്ലൈ ചെയ്തോ ഒന്നും നമുക്കാർക്കും കർത്താവിനെയോ അതിൻ്റെ വചനത്തെയോ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ദൈവാത്മാവ് നമ്മുടെ ഉള്ളത്തിനൊരു പ്രകാശനം തന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് ദൈവത്തിന് നമ്മോടുള്ള കരുണയാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ സെഷനുകളുടെ അവസാന സെഷനാകിയാൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31 മുതൽ താഴോട്ട് 39 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചുകൊണ്ട് ഈ രാത്രിയിലെ ചിന്ത നാം ആരംഭിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 39 വരെയുള്ള അവസാന സെഷൻ നാം ഇവിടെ വായിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാണോ? നിന്റെ ദൈവത്തിൽ ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാരുടെ ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരങ്ങളിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ വചനത്തിന്റെ വായനയും ഒരുമിച്ചുള്ള ധ്യാനവും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടെ ഈ രാത്രിയിൽ എൻ്റെ കൂടെ നിങ്ങൾ ചേർന്ന് ചിന്തിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രികളിൽ നാം ചിന്തിച്ച ചിന്തകളുടെ ഒരു കൺക്ലൂഷനായിട്ടാണ് ഇന്ന് രാത്രി ഈ ഭാഗം നിങ്ങളോട് പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നാം ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രധാന തീമുണ്ടായിരുന്നു. ആത്മമനുഷ്യൻ എന്ന ആ ചിന്തയിൽ പ്രസക്തമായിരുന്നത് നമ്മുടെ ആത്മമനുഷ്യന്റെ തേജസ്കരണം എന്ന വിഷയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏത് നിലയിൽ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നാം കഴിഞ്ഞ രാത്രികളിൽ ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് അതിൻ്റെ തന്നെ ഒരു കൺക്ലൂഷനായിട്ടാണ്
ഈ അധ്യായത്തിന്റെ ബാക്കി ഭാഗം, ഈ 9 വാക്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ പോകുന്നു. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ ഇതുവരെ ചിന്തിച്ചു കൊണ്ട് വന്നത് നമ്മുടെ തേജസ്കരണത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നാം എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് നമ്മുടെ ആത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവമുൻപാകെ സമർപ്പിച്ച് ദൈവിക പദ്ധതികളിലേക്ക് നമ്മൾ നടക്കുന്നത് എങ്ങനെയാണ് എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. അതെല്ലാം പറയുമ്പോൾ ഒരപകടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ആ അപകടം കർത്താവ് നമ്മെ രക്ഷിച്ചിട്ട് ഇനി നീ വിശുദ്ധ ജീവിതം ചെയ്തോ എന്ന് പറഞ്ഞ് ദൈവം കൈയെടുത്തു എന്ന ഒരു തോന്നൽ, നമ്മള് അതിഭയങ്കരമായ അത്വധ്വാനം ചെയ്താണ് ഈ യാത്രയിൽ പോകുന്നതെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളത്തിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചിന്തയെ ഇവിടെ ക്രോസ് ചെയ്തുകൊണ്ടാണ് ഈ കൺക്ലൂഷൻ ഭാഗം നമ്മോട് സംസാരിക്കുന്നത്. ഞാനൊരു കൊച്ചു ഇല്ലസ്ട്രേഷൻ പറഞ്ഞ് നിങ്ങളെ ഈ ചിന്തയിലേക്ക് കൊണ്ടുവരാം. ഞാനും ജോൺ ഡി മാത്യു പാസ്റ്ററും അടുത്തടുത്ത് താമസിക്കുകയാണെന്ന് കേട്ടു. എനിക്കിവിടെ തെറ്റിദ്ധരിക്കല്ലേ, ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നു. കേരളത്തിലാണെന്ന് തന്നെ വിചാരിച്ചുള്ളൂ. അദ്ദേഹം ഒരു ദിവസം ഒരു 2-3 ലിറ്റർ പാല് വാങ്ങി തന്റെ വീട്ടിൽ ഉപയോഗിച്ചു. തന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് കുറെ പാല് മിച്ചം വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സ്നേഹിതനായതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലാലു പാസ്റ്ററെ, എന്റെ വീട്ടിൽ കുറച്ച് പാലുണ്ട്, ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് ഞാൻ രാവിലെ വാങ്ങിയ പാല്, നല്ല പാല്, കേടായിട്ടില്ല. ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നാൽ ഈ പാല് പാസ്റ്റർക്ക് കൊണ്ടുപോകാമായിരുന്നു എന്നോട് പറഞ്ഞു. ഞാൻ ഉടനെ ഓടിച്ചെന്ന് ഞങ്ങളുടെ വീട്ടിൽ സാമ്പാർ വെക്കുന്ന ചരുവ പെട്ടെന്ന് ഞാൻ കണ്ടേ. ഞാൻ സാമ്പാർ ചരുവ എടുത്തോണ്ടേ, ഞാൻ ഇപ്പോഴും പറയുമ്പോൾ സാമ്പാറിന്റെ അതേ പറഞ്ഞില്ലേ, മനസ്സിലാകുന്ന ഭാഷയൊക്കെ പറയാൻ പറ്റും. സാമ്പാർ ചരുവ എടുത്തോണ്ട് ഓടിച്ചെന്നു. ജോൺ ഡി മാത്യു പാസ്റ്റർ കണ്ട് സൗജാനായിട്ട് അവര് പറഞ്ഞു, പിന്നെ എന്റെ ചെവി പറഞ്ഞാൽ മതി. ജോൺ ഡി മാത്യു പാസ്റ്റർ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്ററെ, ഇത് സാമ്പാർ ചരുവ, ഇതിനകത്ത് എങ്ങനെ പാലിടുന്നു? അദ്ദേഹം അത് വെറുതെ എനിക്ക് തരികയാണ്. പക്ഷെ എങ്കിലും എന്റെ ഉത്തരവാദിത്വം, എനിക്ക് ദാനമായി കിട്ടുന്ന ആ കാര്യത്തെ ഞാൻ എന്ത് ചെയ്യണം? ഞാനതിന് വില കൊടുക്കണ്ട, 5 പൈസയും കൊടുക്കണ്ട. അദ്ദേഹം എനിക്ക് ദാനമായിട്ടാണ് തരുന്നേ. പക്ഷേ ഞാനത് കേടാകാതെ അതിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞ് അത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് അത് വാങ്ങണം, വേണ്ടേ? അല്ലേ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞു, സിമ്പിൾ അല്ലേ ഇത്? നിങ്ങൾക്കെല്ലാം ഈ അല്പം കുക്കിങ്ങിൽ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, പാല് സാധാരണ പാത്രത്തിൽ എടുക്കാൻ പറ്റത്തില്ലെന്നും സാധാരണ പാത്രത്തിൽ എടുത്ത് അത് കേടായി പോകുമെന്ന് നമുക്കറിയാവുന്ന. അപ്പം അത്രയാണ് ഇതിനകത്തിലെ കാര്യം. ഞാൻ ദൈവത്തിന്റെ വിലയേറിയ ദാനത്തെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു പ്രോസസ്സിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ വിലയും അതിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും ദൈവം തമ്പുരാന് മാത്രമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം എനിക്ക് അത് ദാനമായി തന്നിരിക്കുന്നു. എന്റെ ഈ എല്ലാ പ്രയത്നങ്ങളിലും, എന്റെ ഈ എല്ലാ ഓട്ടത്തിലും എനിക്ക് പ്രസക്തമായുള്ളത്, ദൈവം ഏൽപ്പിച്ചത്, ഞാനൊരു വൃത്തിയുള്ള പാത്രത്തിൽ ഇതിനെ കരുതിക്കൊള്ളുക എന്നത് മാത്രമാണ്. വിശുദ്ധന്മാരോട് ഓർപ്പിക്കുവാനുള്ള ഒരു കാര്യമുണ്ട്.
ദൈവം തന്നതിനെ ഒരു വൃത്തിയുള്ള പാത്രത്തിൽ സൂക്ഷിച്ചുകൊള്ളുവാനുള്ള ഒരു ചലഞ്ച് നിങ്ങൾക്കുണ്ടെന്നുള്ളത് ഒരു കാലത്തും മറന്നു പോകരുത്. ദൈവത്തിന് മഹത്വപ്പെടുത്താം. നാം ഈ ഭാഗത്തേക്ക് വരും. മൂന്നായിട്ടാണ് നാം ഈ ഭാഗത്തെ തിരിക്കുന്നത്. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ തേജസ്കരണത്തിന്റെ പ്രക്രിയയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഫൈനൽ. യേശു ക്രിസ്തുവിന്റെ നമുക്ക് വേണ്ടി the labor of Christ, കർത്താവ് നമുക്ക് വേണ്ടി എന്ത് അധ്വാനം ഈ വിഷയത്തിൽ ചെയ്യുന്നു, കർത്താവിന്റെ ജീവിതം നമ്മെ ഏത് നിലയിൽ ഇത് സഹായിക്കുന്നു, കർത്താവിന്റെ സ്നേഹം നമ്മെ ഏത് നിലയിൽ ഈ കാര്യത്തിൽ സഹായിക്കുന്നു. ഗ്ലോറിഫിക്കേഷൻ ആണ് നമ്മുടെ തേജസ്കരണമാണ് വിഷയം. തേജസ്കരണം എന്ന വിഷയത്തിൽ കർത്താവ് നമ്മെ ഏത് നിലയിൽ സഹായിക്കുന്നു എന്നുള്ളത് നാം ഈ ഭാഗങ്ങളിലൂടെ ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ പോകുന്നു. അതിനാദ്യമായി നാം എടുക്കുന്നത് 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളെയാണ്. അതിനെ ഒരു ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഇത് സംബന്ധിച്ച് എന്ത് പറയുന്നു? ഏത് സംബന്ധിച്ച്? നമ്മുടെ തേജസ്കരണം സംബന്ധിച്ച് എന്തു പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? 33-ാം വാക്യം ശ്രദ്ധിക്കൂ. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. അപ്പോൾ വളരെ സിമ്പിളായി പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഒന്ന്, എന്റെ നീതീകരണത്തിന്റെ പ്രോസസ്സിൽ അല്ലെങ്കിൽ എന്റെ ഗ്ലോറിഫിക്കേഷന്റെ, എന്റെ തേജസ്കരണത്തിന്റെ പ്രോസസ്സിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്തിന് സാധ്യതയുണ്ട്? ഞാൻ അതിന് യോഗ്യനല്ല എന്ന് എന്നെ കുറ്റപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. എന്റെ മേലൊരു ആരോപണത്തിന് സാധ്യതയുണ്ട്. എന്നാൽ ശക്തിയോട് ചോദിക്കുന്നു, ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് ആരുടെയും ആരോപണത്തിന് എന്തില്ല? പ്രസക്തിയില്ല എന്നാണ് അവിടുത്തെ ഒന്നാമത്തെ ഭാഗം. അത്രയും ആ സ്ട്രക്ചർ നിങ്ങളുടെ ഉള്ളിൽ കയറിയും പിന്നെ ഞാൻ ഭാഗത്തേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഒന്നാം ഭാഗത്ത് കാണുന്നത് കർത്താവ് നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട്, യേശു നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ തേജസ്കരണത്തിന്റെ പ്രോസസ്സിൽ നമ്മെ കുറ്റം ചുമത്തപ്പെട്ടാലും, ഇതിന് നാം യോഗ്യരല്ല എന്ന് നമ്മുടെ മേൽ വിധി വന്നാലും കർത്താവ് എനിക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ളത് കൊണ്ട് എനിക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ. ബൈബിളിലെ ഒരു സംഭവം കൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ വരാം. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം. നാം അവിടെ വരുമ്പോൾ ഞാനിവിടെ ശാന്തമായ പോകുന്നത് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എല്ലാവരും ബൈബിൾ തുറക്കുകയും എല്ലാവരും നോട്ട് എഴുതുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ദയവായി എൻ്റെ കൂടെ ഈ ചിന്തകളിൽ ചേർന്ന് വരികയും വേണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ സംഭവം, ജോഷുവ യെരിഹോവിലേക്ക് പ്രവേശിക്കും മുമ്പേ യെരിഹോവിനെ ഉറ്റുനോക്കുവാനായിട്ട് 2 പേരെ അയച്ച സംഭവം അവിടെ പറയുന്നുണ്ട്. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന് ശെത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീനെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോകുന്നു. അവരവിടെ ചെല്ലുന്നു. യെരിഹോ പട്ടണം വിശദീകരണങ്ങൾ നിങ്ങൾ അനേക പ്രസംഗങ്ങളിലൂടെ കേട്ടതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ആളുകൾക്ക് പാർപ്പിടമുണ്ടാക്കി പാർക്കത്തക്ക നിലയിൽ ഉയരത്തിലും വീതിയിലുമുള്ള വലിയ മതിൽ കൊണ്ട് അതിനെ ഫോർട്ടിഫൈഡ് ചെയ്തിരുന്നു. അതിനെ മതിൽ കെട്ടി കാവൽ ചെയ്തിരുന്നു. അങ്ങനെ ആ പട്ടണത്തിലേക്ക് ഈ ഒറ്റുനോട്ടക്കാർ പ്രവേശിച്ചപ്പോൾ യെരിഹോവിലെ രാജാവ് വിവരം അറിയുകയും
ഇവരെ പിടിക്കേണ്ടതിന് വേണ്ടി ആളെ അയക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ അവിടെയുള്ള രാഹാബ് എന്ന് പറയുന്ന ഒരു തെറ്റായ സ്ത്രീയുടെ വീട്ടിൽ കയറി ഒളിക്കുകയും ആ സ്ത്രീ അവരെ ഒളിപ്പിക്കുകയും ചെയ്യുന്നു. രാജാവിന്റെ ആളുകൾ വരുമ്പോൾ തെറ്റായ സന്ദേശം കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഇവരെ രക്ഷിപ്പാൻ വേണ്ടി ഈ സ്ത്രീ അവരോട് സംസാരിക്കുന്ന സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നോക്കിക്കേ, 2-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കര വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോരിയ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ആ സ്ത്രീ പറഞ്ഞതാണ്. എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ സന്ദേശം കിട്ടിയെന്ന്. കാരണം ഇന്റർനെറ്റും മറ്റു കാര്യങ്ങളൊന്നും ആ കാലത്തുണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന യാതൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയി ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലേ? പക്ഷെ എങ്ങനെയാണ് ഇത് കിട്ടിയെന്നൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ ഇതിന്റെ കണക്കുകളൊന്നും പറയാൻ നിൽക്കുന്നില്ല. എനിക്ക് ഒത്തിരി പറഞ്ഞു പോകേണ്ടതുകൊണ്ട് വേഗം പോകുക. ദൈവത്തിന് സ്തോത്രം. എന്റെ കൂടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതി. എനിവേ, ഈ സ്ത്രീ പറയുന്നത് കേട്ടോ, ഞങ്ങൾ കേട്ടു. എന്ത് കേട്ടു? നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടു. ആ കാര്യങ്ങൾ നിങ്ങൾ വായനയിൽ മനസ്സിലാക്കിയത് ഞാൻ അടുത്ത ഭാഗം പറഞ്ഞു പോകുന്നു. ഈ കേൾവിക്കനുസരിച്ച് അവൾ പ്രവർത്തിക്കുകയും ഈ 2 മനുഷ്യരെ അവിടുത്തെ രാജാവിന്റെയും അവരുടെ സൈന്യത്തിന്റെയും കയ്യിൽ അകപ്പെടാതെ വണ്ണം ഈ സ്ത്രീ അവരെ സംരക്ഷിച്ച് എന്ത് ചെയ്യുന്നു? പുറത്തുവിടുന്നു. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്ട് ഉണ്ട്. അത് ഈ പട്ടണം പിടിച്ചടക്കുവാൻ വരുമ്പോൾ നീ നിന്റെ വീടിനെ ഒരടയാളം കൊണ്ട് ഐഡന്റിഫൈ ചെയ്താൽ ഞങ്ങൾ നിന്നെയും നിന്റെ ആളുകളെയും രക്ഷിച്ചു കൊള്ളാമെന്ന് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി അവർ പോകുകയാണ് ചെയ്യും. അപ്പൊ ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ സംഭവിക്കുന്നതും യെരിഹോവിലെ റാഹാബ് എന്ന് പറയുന്ന ആ സ്ത്രീയും അവളുടെ വീട്ടുകാരും മാത്രം ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ വിശുദ്ധ ബൈബിളിന്റെ അടുത്ത പേജുകൾ വായിച്ചു വരുമ്പോൾ മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ ജീനിയോളജി നാം വായിക്കുമ്പോൾ അവിടെ ഈ സ്ത്രീയുടെ പേര് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നിന്ന് നാം എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ കാര്യം അവിടെ വിശദീകരിക്കപ്പെടുന്നു. എന്താ സംഭവിച്ചതെന്ന് എബ്രായർ 11:31 വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 31 വാക്യം നോക്കിക്കേ. 11:31 വാക്യത്തിൽ വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവൾ വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? അവളുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. യോശുവ 2:12 എന്താ അവൾ വായിച്ചത്? നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ ആരാകുന്നു? മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു എന്ന് ഞാൻ അറിയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഒരിക്കൽ പോലും ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തികളെ കേട്ടിട്ട് വിശ്വസിപ്പാൻ തയ്യാറായ ഒരു സ്ത്രീയെ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം തമ്പുരാൻ നീതീകരിച്ചിരിക്കുന്നു. ദൈവം അവളെ നീതീകരിച്ചു എന്ന് തന്നെയാണ് നാം വായിക്കുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്രായേൽ എന്ന ജാതിയെ എന്തിനാ നിങ്ങൾ തിരഞ്ഞെടുത്തത്? ഇസ്രായേൽ എന്ന ജാതി എന്തിനു തിരഞ്ഞെടുത്തതാണ്? ശ്രദ്ധിച്ചു കേട്ടാൽ മതി. ഒരു വിശുദ്ധ പ്രജ ഈ ലോകത്തിൽ ഉണ്ടാകണമെങ്കിൽ ഒരു വിശുദ്ധ കുടുംബം ഉണ്ടാകണം. ഒരു വിശുദ്ധ കുടുംബം ഉണ്ടാകണമെങ്കിൽ ഒരു വിശുദ്ധ ജാതി ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു വിശുദ്ധ പ്രജയെ ദൈവത്തിന് ലോകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതിയെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ദൈവം കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ജാതിയുടെ ജീനിയോളജി ശ്രദ്ധിക്കുമ്പോൾ ഈ തെറ്റായ സ്ത്രീയുടെ പേരും അതിനകത്ത് വന്നിരിക്കുക. അപ്പൊ ദൈവം ചെയ്തിരിക്കുന്നു, അവളെ നീതീകരിച്ച് ദൈവത്തിന്റെ വിശുദ്ധ ജാതിയുടെ ഭാഗമാക്കി ദൈവം നിർത്തിവെച്ചു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ അവളെ നിന്നോട്ട് ചോദിക്കുക, നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം ചുമത്തുന്നവനാണ്. ആരാ ചോദിക്കുന്നത്? രാഹാബ് എന്ന വേശ്യ. പ്രൈസ് ദി ലോർഡ്. എന്താ അവൾ ചോദിക്കുന്നത്? നീതീകരിക്കുന്നവൻ ദൈവം, ആ കുറ്റം ചുമത്തും.
ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ആൾ പ്രതികൂലം. അപ്പൊ നമുക്ക് എന്താ ഉള്ളത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഞാനും നിങ്ങളും വിശ്വസിച്ച് നിന്നാൽ നമുക്ക് എന്തുണ്ട്? ദൈവം നമ്മെ നീതീകരിച്ച് നിർത്തിയിരിക്കും. ആർക്കും നമ്മെ കുറ്റം ചുമത്താനായിട്ട് പറ്റത്തില്ല. അപ്പൊ ചോദ്യം വരും, ആരാ കുറ്റം ചുമത്തുന്ന? പാസ്റ്ററാണോ? കമ്മിറ്റിക്കാരാണോ? അല്ല. അവരൊക്കെ ആരെങ്കിലും നമുക്ക് വായടപ്പിക്കാൻ പറ്റുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വായടയ്ക്കാൻ പറ്റാത്ത മറ്റൊരാൾ കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആരാണത്? നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കാം. വെളിപ്പാട് 12-ന്റെ 10-ാം വാക്യം എടുത്ത് ആർക്കെങ്കിലും വായിക്കാമോ? വെളിപ്പാട് 12-ന്റെ 10. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അടുത്തത്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞ ആ വാക്യം മറക്കരുത് കേട്ടോ. അത് ശ്രദ്ധിക്കും. നിങ്ങൾ ആ വാക്യം നോക്കൂ. 2 കാര്യങ്ങൾ നിങ്ങൾ അവിടെ കണ്ടോ? പ്രധാനപ്പെട്ട 2 കാര്യം പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നമ്മുടെ കർത്താവിന്റെ രാജ്യവും രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും. ഇത് എസ്കറ്റോളജിക്കലാണ്, യുഗാന്ത്യപരമായ ഒരു കാര്യമാണ് പറയുന്നത്. ഇത് നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷമായ ഭരണം ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമുക്ക് വേറൊരു കാര്യം അറിയാം. എന്താണത്? കർത്താവിന്റെ ഭരണം സംഭവിക്കാൻ പോകുന്നത് 1000 ആണ്ട് വാഴ്ചയിലല്ല, അത് അതിന്റെ പൂർണ്ണതയിലേക്ക് പോകുകയാണ്. കർത്താവിന്റെ ഭരണം ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്, അല്ലേ? ഉണ്ടോ? വളരെ സിമ്പിളായി പറഞ്ഞാൽ, യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ഓരോ മനുഷ്യനും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആധിപത്യം അവന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ എന്തൊക്കെയാണ്? രക്ഷ വന്നു, ശക്തി വന്നു, അവന്റെ രാജ്യം എന്റെ അകത്ത് വന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആയുധപ്പെടുന്നത് പറഞ്ഞു. യേശു കർത്താവ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഇപ്പോൾ തന്നെ ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. അപ്പൊ ദൈവത്തിന്റെ രാജ്യം, അവന്റെ ആധിപത്യം നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞു. നമ്മുടെ ആധിപത്യം വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ ആധിപത്യം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ത് സംഭവിക്കും? ഇത് യുഗാന്ത്യപരമായതാണ് എങ്കിലും അതിന്റെ ആത്മീയ ദൃഷ്ടിയിൽ ഇപ്പോൾ നാം കാണുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്ന പിശാചിനെ തള്ളിയിട്ട് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇത് യുഗാന്ത്യപരമായി സംഭവിക്കേണ്ടതാണെങ്കിലും കംപ്ലീറ്റ്ലി സാത്താന്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റുന്നതിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവിടെ പിശാചിന്റെ പ്രവൃത്തി ഉണ്ടാകത്തില്ല. എന്നാൽ ഇപ്പോൾ ആരിലൊക്കെ ദൈവത്തിന്റെ ആധിപത്യമുണ്ടോ, ആരിലൊക്കെ ദൈവത്തിന്റെ ശക്തിയും മഹത്വമുണ്ടോ, അവിടെ എന്തുണ്ട്? ദൈവത്തിന്റെ ആധിപത്യം ഉള്ളതുകൊണ്ട് കുറ്റം ചുമത്തുന്ന പിശാചിന് നിങ്ങളിൽ കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും രാത്രി കിടക്കുമ്പോൾ 91-ാം സങ്കീർത്തനം വായിച്ച് കിടക്കുന്ന ബന്ധുക്കുസാരുണ്ട്. ഗർഭിണിയായിരിക്കുന്ന വീടിന്റെ തലക്കട കൊണ്ടുവന്ന് ഇരുമ്പ് വെക്കുന്ന ആളുകളുണ്ട്. ഇതിനൊക്കെ മനുഷ്യൻ പേടിക്കുന്ന, ഭയപ്പെടുന്ന ഒരു മണ്ഡലം നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ശവക്കോട്ടയുടെ അതിലൂടെ ലൈറ്റ് ഇല്ലാത്തപ്പോൾ നടന്നു വരാൻ പറ്റിയ എത്ര വിശുദ്ധന്മാർ കൂടെ ഉണ്ടോ ഇനി ദൈവം നമ്പുരാൻ തെളിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശവക്കോട്ടയിലോ രാത്രിയുടെ ഇരുട്ടിലോ നിങ്ങളുടെ വീടിന്റെ പുറവശത്തുള്ള വാഴക്കൂട്ടത്തിനിടയിലോ ഒന്നും അല്ല പിശാചിരിക്കുന്നത്. പിശാചിനോടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. പിശാച് എവിടെയായിരിക്കുന്നത്? രാപ്പകൽ ദൈവസന്നിധിയിൽ എന്നെയും നിന്നെയും കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുന്നു. പിശാച് അവിടെയാവുന്നത്. അവൻ യോബിനെതിരെ കുറ്റം പറഞ്ഞു, പത്രോസിനെതിരെ കുറ്റം പറഞ്ഞു, മോശയ്ക്കെതിരെ കുറ്റം പറഞ്ഞു, യോശുവ എന്ന മഹാപുരോഹിതനെതിരെ കുറ്റം പറഞ്ഞു. ബൈബിളിൽ നാം വായിക്കുന്നതാണ്. അവരെയൊക്കെ കുറ്റം ചുമത്തുവാൻ പിശാച് ദൈവസന്നിധിയിൽ നിൽക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ലാലു തോമസിനെയും ജോൺ ടി മാത്യുവിനെയും ഒക്കെ കുറ്റം ചുമത്തുന്ന ഒരു പിശാച് 24 മണിക്കൂറും അവന്റെ പണി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത് നടക്കുമ്പോഴും എനിക്കൊരു കാര്യം അറിയാം, കുറ്റം ചുമത്തുന്നവരാർ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരവേൽത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിച്ച ദൈവത്തിന്റെ ആധിപത്യത്തിൽ, ദൈവത്തിന്റെ ആധിപത്യത്തിൽ
ഇപ്പൊ മുഴുവൻ ലോകവും കൂടെ രാഹാബിനെതിരെ നിൽക്കുകയാണ്. അയ്യോ, ഇവളെയാണോ ദൈവം നീതീകരിക്കുന്നത്? അവൾ ഒരൊറ്റ കാര്യമേ ചെയ്തുള്ളൂ. ദൈവത്തിന്റെ ആധിപത്യത്തെ അംഗീകരിച്ചപ്പോൾ ദൈവം പറഞ്ഞു അവൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധന്മാരെ ഇന്ന് രാത്രി ഓർപ്പിക്കുവാൻ ഒരു കാര്യമുണ്ട്. ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയല്ല ആവശ്യം. ദൈവത്തിന്റെ ആധിപത്യം എന്റെ ജീവിതത്തിന്മേൽ ഉണ്ടെന്ന് ഉറപ്പായി വിശ്വസിക്കുവാൻ കഴിയണം. അത് ഏറ്റുപറയാൻ കഴിയണം. അദൃശ്യ മണ്ഡലങ്ങൾക്ക് പ്രകമ്പനം കൊള്ളുമാർ നിന്റെ അധരം കൊണ്ട് നീ പറയണം, എന്റെ ദൈവത്തിന്റെ ആധിപത്യം എന്റെ ജീവിതത്തിന്മേലുണ്ട്, മറ്റൊന്നിനും എന്റെ മേൽ അതേ ചുമത്തുവാൻ കഴിയത്തില്ലെന്ന് നാം നമ്മുടെ ആധാരം കൊണ്ട് പറയണം. അത് പറയുമ്പോൾ നാം അത് ഏറ്റെടുക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുക. ഇന്ന് രാത്രി ഞാൻ വളരെ ശക്തിയോടെ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നു, നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ ആധിപത്യത്തിന് കീഴിൽ ജീവിക്കുവാൻ കഴിയട്ടെ. അവന്റെ ഭരണത്തിൽ നിന്ന് നാം മാറിപ്പോകാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്ത് പോകാം. അവിടെ അങ്ങനെ നിലനിൽക്കട്ടെ ആ കാര്യം. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഭരണമുണ്ട്, ഒരു രാജാവുണ്ട്, അല്ലേ? ആ രാജ്യത്തിന്റെ നിയമങ്ങളുണ്ട്. അതനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് നാം അതനുസരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും നമ്മുടെ റജിബ്രദറിന്റെ കൂടെയാണ് എന്നെ കൊണ്ടുവരുന്നത്. അവിടെ ഏതോ ഒരു സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കൂടി സ്പീഡ് നിർത്തും. ഞാൻ 2-3 പ്രാവശ്യം ശ്രദ്ധിച്ച് എന്നെ പോലെ അവിടെ ക്യാമറ ഉണ്ട്, അതുകൊണ്ട് അവസ്ഥ തന്റെ സ്പീഡ് തന്നെ ലിമിറ്റ് ചെയ്യുക. അപ്പം അറിയാതെ കാര്യങ്ങളെ നിയമങ്ങളെ അബൈഡ് ചെയ്ത് പോകുവാൻ നാം നാം അറിയാതെ ചെയ്യുകയാണ്. ഇവിടുത്തെ നിയമത്തിനെതിരെ നിന്നാൽ നമുക്ക് അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കി നാം അറിയാതെ നിയമത്തോട് അബൈഡാകുന്നെങ്കിൽ, ഒരു ഭയം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നാം ജീവിക്കേണ്ടത് ദൈവഭയത്തോടു കൂടെയാണ്. ദൈവത്തിന്റെ ആധിപത്യത്തിന് കീഴിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ദൈവഭയത്തോടെ ജീവിക്കണമെന്ന് പറയുക. എന്താ ദൈവഭയം എന്ന് പറഞ്ഞാൽ? ദൈവം വാളെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണോ നമ്മുടെ അർത്ഥം? അല്ല, ദൈവത്തിന്റെ കൈ തോക്കൊന്നുമില്ല, ദൈവം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ദൈവഭയം എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു വാക്കാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒരു കാര്യം ചെയ്യാനായി തുടങ്ങുമ്പോൾ അയ്യോ ദൈവം എന്ന് വിചാരിക്കും. ഒരു ചിന്ത ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ എന്റെ ദൈവം എന്ന് വിചാരിക്കും. ഒരു കാര്യം ഞാൻ അത് ചെയ്താൽ ദൈവം എന്ന് വിചാരിക്കും. ഇറ്റ്സ് വെരി സിമ്പിൾ. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ദൈവ ഭരണത്തോട്, ദൈവാധിപത്യത്തോട് കീഴ്പ്പെടലുള്ള, ആധിപത്യത്തെ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ അതിന് കീഴ്പ്പെട്ടു പോകുന്ന ഓരോ വിശുദ്ധരും എല്ലായ്പ്പോഴും അവന്റെ ഹൃദയത്തിൽ വരുന്ന ചിന്തകളെയും അവൻ ചെയ്യുന്ന പ്രവൃത്തികളെയും അവന്റെ എല്ലാ നീക്കങ്ങളെയും ആറ്റിറ്റ്യൂഡുകളെയും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് ദൈവഭയമുള്ളവർ. ദൈവത്തിന് ശോഭം. അല്ലാതെ ഇങ്ങനെ സ്ഥിരതാളത്തിലേക്ക് വരുന്നെങ്കിൽ കൈവറയ്ക്കുക, അതൊന്നും അല്ല ഇന്നത്തെ കാര്യം. ജീവിതത്തിന്റെ ചിന്തകളെ, വിചാരങ്ങളെ ദൈവം എന്ത് വിചാരിക്കും, ഞാനിങ്ങനെ ചിന്തിച്ചാൽ, ഞാനത് ചെയ്താൽ എന്റെ ദൈവം എന്ത് കരുതും എന്ന് ജീവിതം കൊണ്ട് നമ്മെ തന്നെ കൺട്രോൾ ചെയ്യുന്നവരാണ് ദൈവഭയമുള്ളവർ. അവൻ ദൈവാധിപത്യത്തിലുള്ളവരാണ്. കണ്ടാലറിയാം. നമുക്ക് അങ്ങനെ സംസാരിക്കേണ്ട പോലെ നമുക്ക് അത് വിട്ടേക്കാൻ പോലെ അങ്ങനെയൊക്കെയാ ദൈവാധിപത്യത്തിന്റെ കീഴിലുള്ള മനുഷ്യരെ കണ്ടാലറിയാം. സംസാരം കേൾക്കുമ്പോൾ അറിയാം. നമ്മളെല്ലാം 100% വിശുദ്ധന്മാരൊന്നുമല്ല. തെറ്റുകൾ പറ്റും, അബദ്ധങ്ങൾ വരും, വാക്കുകൾ കൊണ്ട് തെറ്റും. പക്ഷേ ദൈവഭയത്തിലേക്ക് മടങ്ങി വരുന്നവൾ ദൈവത്തിന് സ്തോത്രം അവിടെ ഏറ്റുപറച്ചിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാപത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവം നിരന്തരമായി നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ അകൃത്യങ്ങൾ വന്നു എന്നറിഞ്ഞാൽ ഉടനെ ദൈവത്തിന്റെ മുൻപാകെ ഏറ്റുപറയും. ബൈബിളിൽ പാപത്തെ കൈകാര്യം ചെയ്യാൻ ഒരൊറ്റ മാർഗമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിനത്തിൽ എപ്പോഴോ പറഞ്ഞപ്പോൾ പറഞ്ഞു, പാപത്തെ കൈകാര്യം ചെയ്യാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾ പാപത്തെ ഹാൻഡിൽ ചെയ്യുന്നത്? എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് അത് വരും. എങ്ങനെ നമ്മൾ പാപത്തെ ഹാൻഡിൽ ചെയ്യുന്നത്? ഒരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. നാം യോഹന്നാൻ 1:9 നാം നമ്മുടെ അകൃത്യങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് നമ്മുടെ സകല രീതിയെ പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എന്റെ വിഷയം അല്ലെങ്കിലും അവിടെ പെട്ടെന്ന് ഞാൻ വന്നു കയറുന്ന കേട്ടോ, ഒരു വാക്ക് പറഞ്ഞു പോകട്ടെ. എന്താ അതിന്റെ അർത്ഥം? ഏറ്റു പറയുക എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ഏറ്റു പറയുന്ന വാക്കിന്റെ അർത്ഥം ഈ പകൽക്കാലം വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കണേ എന്ന് പറയുന്നതാണോ ഏറ്റുപറച്ചിൽ?
ആണോ വിഗ്രഹം? അത് ഏറ്റുപറച്ചിലല്ല, അത് കുറ്റസമ്മതം. കുറ്റസമ്മതം. ഇനി കുറ്റക്കാരനാണെന്ന് നമുക്ക് ദൈവം ആദ്യമേ പറഞ്ഞില്ല നീ കുറ്റക്കാരനാണെന്ന്. ഇവിടെ വലിയ സമ്മതം ഒന്നും നടന്നിട്ട് കാര്യമില്ല. വേണ്ടത് ഏറ്റുപറച്ചിൽ. ബൈബിളിൽ ദൈവവചനം. ഓക്കെ, ജസ്റ്റ് അത് കാണിച്ചു പെട്ടെന്ന് ഞാൻ പോകണം. എനിക്ക് അതിൻ്റെ സമയം കുറവാണെങ്കിലും ഞാൻ ആ കാര്യം ഒന്ന് കാണിക്കാം. എൻ്റെ കൂടെ നിങ്ങൾ ഒരിടത്തേക്ക് വരാമോ? യോശുവയുടെ പുസ്തകം നോക്കട്ടെ. ഇഫ് ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ്. ഓക്കെ, 7-ാം അധ്യായം 19-ാമത്തെ വാക്യം. സംഭവം പരിചയമുള്ളതുകൊണ്ട് ഒത്തിരി പറയാതെ പെട്ടെന്ന് പറയാം. യോശുവാക്കിനോട് മകനെ, അടുത്തത് പതുക്കെ വായിക്കണം. വായിച്ചു വായിക്കില്ല. എന്തുവാ വായിക്കുന്നത്? പറഞ്ഞത് ആഖാൻ യോശുവയോട് ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച്. മലയാളം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ഇന്നിന്നത്. എന്താ സാധ്യത? എങ്ങനെ അതിനെ മറുപടി? അവിടെ എന്താ ഓക്കെ, അവിടെ ആ വാക്കുണ്ടോ? അത് സത്യത്തിൽ ആ ഇംഗ്ലീഷിൽ അത് കാണുന്നില്ല. ഇന്നത് ചെയ്തിരിക്കുന്നു. അവിടെ താഴോട്ടുണ്ട് പറയുന്നുണ്ട് അല്ലേ, ഞാൻ എന്താ ചെയ്തത്, എന്നെ കണ്ടു എടുത്തു. ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്റെ അകൃത്യത്തെ ഞാൻ എന്ത് ചെയ്തു എന്ന് ദൈവത്തിന്റെ മുൻപാകെ ഇന്നത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റുപറയുക. അവിടെ അത് ആവശ്യപ്പെട്ടു അല്ലേ? നീ ഏറ്റുപറയണം. കുറ്റസമ്മതമല്ല വേണ്ടത്, നീ ഏറ്റുപറയണം. കാരണം കുറ്റസമ്മതത്തിന് ആവശ്യമില്ല, ഓൾറെഡി പിടിക്കപ്പെട്ടു പോയി അല്ലേ? ആഖാന്റെ തെറ്റിന് ഓൾറെഡി പിടിക്കപ്പെട്ടു. ദൈവാത്മാവ് വെളിപ്പെടുത്തി പിടിക്കപ്പെട്ടു. ഇപ്പൊ കുറ്റവാളിയായിട്ടാണ് നിൽക്കുന്നത്. ഇനി വേണ്ടത് ഏറ്റുപറച്ചിൽ മാത്രമാണ്. നമ്മളാരും ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് കുറ്റസമ്മതം നടത്തണ്ട. ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഏറ്റുപറച്ചിലാണ് ആവശ്യം. നമ്മളേറെ താഴ്മയോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ദൈവത്തിന്റെ മുൻപാകെ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ ആദ്യമേ ഒന്ന് ദൈവം മുൻപാകെ ഏറ്റുപറച്ചിൽ നടത്തി പ്രാർത്ഥിക്കാമോ? അത്യത്ഭുതമായ ദൈവത്തിന്റെ ഇന്റർവെൻഷൻ കാണാൻ പറ്റും. അത് രോഗത്തിന്, പ്രത്യേകിച്ചും രോഗത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനുവർത്തിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമാണിത്. അന്നേരം അന്യഭാഷയല്ല പറയണ്ടേ, അത് പറയണം. പക്ഷെ ആദ്യം ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കണം. അതല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അനുവർത്തിച്ചു നോക്കിക്കേ. ഇന്ന് രാത്രി ഇവിടെ ആരെങ്കിലും രോഗികളായിരിക്കുന്നുണ്ടെങ്കിൽ, വളരെ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ, അതിന്റെ അർത്ഥം പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം കിട്ടാത്തതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയേണ്ട എന്തോ കാര്യം ഉണ്ടെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോയതുകൊണ്ടോ പ്രാർത്ഥനയുടെ വീര്യം കുറഞ്ഞതുകൊണ്ടോ അല്ല സൗഖ്യം ഉണ്ടാകാഞ്ഞത്. ഈ രാത്രി ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ നാമും മാത്രം അറിയുന്ന ജീവിതത്തിന്റെ നമ്മുടെ അകൃത്യങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ആദരിക്കുന്നത് കാണാൻ കഴിയുന്നു. ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുന്ന ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാം. ഞാനവിടെ വിട്ടു പോകുന്നു, വളരെ വേഗത്തിൽ. അപ്പോൾ നമ്മൾ കണ്ടു, നമുക്കെതിരെ കുറ്റം നടത്തുന്ന, നമ്മെ കുറ്റപ്പെടുത്തുന്ന, കുറ്റം ചുമത്തുന്ന, ഇവിടുത്തെ ഒമാലയത്തിൽ വായിക്കുന്നത് കുറ്റം ചുമത്തുന്ന ഒരു ഡാർക്ക് ഫോഴ്സ് ഉണ്ട്. അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? 24 മണിക്കൂറും നമുക്കെതിരെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഞാൻ ദൈവാധിപത്യത്തെ വിശ്വസിക്കുകയും ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ നിൽക്കുകയും ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എന്നെ നീതീകരിച്ച ദൈവത്തിന്റെ നീതീകരണത്തിൽ നിന്ന്
പിശാചിനെ കുറ്റം ചുമത്തി പുറത്തു തരുവാൻ കഴിയുകയില്ല. ആഹാബിനെ പോലെ എനിക്ക് ചോദിക്കാൻ പറ്റും, ഞാൻ നീതീകരിച്ചവൻ ദൈവമാർ കുറ്റം ചുമത്തുകയോ. ഇനി അല്ല, കുറ്റം ചുമത്തലുകൾ വന്നാൽ അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ നാം എന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞ ദൈവസന്നിധിയോ പ്രാർത്ഥിക്കണം. ഏറ്റുപറച്ചില് കണ്ണുനീരോടെ ചെയ്യണം, അനുതാപത്തോടെ ചെയ്യണം, ഹൃദയനുറുക്കത്തോടെ ചെയ്യണം. ഹൃദയനുറുക്കത്തോടെ ദൈവസന്നിധിയിൽ അകൃത്യങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും രാത്രി വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ജീവിതത്തിലേക്ക് അതൊന്ന് അഡാപ്റ്റ് ചെയ്യാമോ? ദൈവത്തിന് സ്വപ്നം മാസ്റ്ററെ വിളിക്കുന്നതിന് മുമ്പേ, പ്രവാചകനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മുമ്പേ, മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ നീ മാത്രം നിന്റെ പ്രാർത്ഥന മുട്ടുമടക്കി ഇന്ന് അത് ചെയ്തിരിക്കുന്നു ദൈവമേ എന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പ്രകാരങ്ങളും മാറട്ടെ. വീണ്ടും മാറിയിരിക്കുന്ന വചനത്തിന്റെ പ്രകാശനത്തിന് വിരുദ്ധമായി കാർമേഘത്തോടെ ഇരുന്നിരിക്കുന്ന എല്ലാ കാർമേഘ വചനങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവവചനത്തിന്റെ ശക്തി ആവരിക്കട്ടെ, ഉന്നതങ്ങളിൽ ആവരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നമ്മെ നീതീകരിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ കുറ്റപ്പെടുത്തുന്ന ഒരു അന്ധകാരത്തിന്റെ ശക്തി ഉണ്ടെന്നും ആ അന്ധകാര ശക്തി കുറ്റപ്പെടുത്തി നടത്തുമ്പോഴും ദൈവത്തിന്റെ പരമാധികാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിന്നാൽ എന്ത് സംഭവിക്കുന്നില്ല? ആർക്കും എന്നെ വീഴ്ത്തി കളയുവാൻ കഴിയുകയില്ലെന്നുമാണ് ഒന്നാമത്തെ ഭാഗം നാം ചിന്തിച്ചത്. അത് ദൈവത്തിന്റെ വർക്ക് ഓഫ് ജീസസ്, യേശുവിന്റെ പ്രവൃത്തി. രണ്ടാമത്തേത് 34 വാക്യമാണ്. രണ്ടാമത്തേത് നോക്കാം, 34 വാക്യം. അത് എന്ത് പറയുന്നു? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാരണവും നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ നീതീകരണത്തിന് അനുകൂല ഘടകമായിട്ട് നമുക്കുണ്ട്. ഒന്ന്, യേശുവിന്റെ പ്രവൃത്തി നമുക്ക് അനുകൂല ഘടകമായിട്ട്. രണ്ടാമത് ഇവിടെ പറയുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിനാൽ എനിക്കെന്തുണ്ട്? എനിക്കതൊരു അനുകൂല ഘടകമായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നതിന്റെ അർത്ഥം എന്താണത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ കാര്യം? ഞാൻ പറഞ്ഞു, നമുക്കുള്ള ഒരു പ്രതിസന്ധി, നമ്മുടെ ഒരു മേഖല എന്താണ്? പിശാച് നമ്മെ കുറ്റപ്പെടുത്തുന്ന മണ്ഡലമാണ്, ഡാർക്ക് ഏജ് ആണ്, അവിടെയാണ്. ഇനി നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യ ജീവിതം ആണ് ഇവിടെ ആപ്ലിക്കേഷൻ. എന്താ രഹസ്യ ജീവിതം? ശ്രദ്ധിക്കുക, തലനിർത്തിക്കേ പ്ലീസ്. എഴുതി കഴിഞ്ഞു അതെന്നാ നിൽക്കുന്ന അതിന് വേണ്ടി. എന്താണത്? യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രസക്തി എന്നാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ രക്ഷയെ കുറിച്ച് സമർത്ഥിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ രക്ഷയെ സ്ഥാപിക്കുന്ന ഇടത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വാക്യം ഒന്ന് നോക്കിക്കുക. പരിചിതമായ വാക്യമാണ്. റോമാലേഖനം 10-9 വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയും. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അത് പിന്നെ നമുക്ക് ചിന്തിക്കാം. അടുത്തത്, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യാം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ആധിപത്യത്തിൽ ഞാൻ വിശ്വസിക്കണം. 2, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കണം. അതാണ് രക്ഷ തന്നെ അവിടുന്ന് ആരംഭിക്കുന്നത്. ഇവിടെ എന്താ അതിന്റെ പ്രസക്തി? നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ തയ്യാറാണോ? ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഫീൽ ചെയ്തായിരുന്നു അത്ര നീളമുള്ള വാസ്തു തോന്നി നീളമില്ലാതിരിക്കുന്നു. ശരിയായിരുന്നു. അപ്പൊ ശരിയായിരുന്നു കാണാൻ എല്ലാ മുഖം പുറകിലിരിക്കുന്നത്
കാണാൻ പാടില്ല. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പേ ഈ ഭൂമിയിലായിരുന്നപ്പോഴും ഉയർത്തെഴുന്നേറ്റ ശേഷവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് പരിഗണിച്ച്. എന്താണ് ആ വ്യത്യാസം? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ശരീരത്തിലായിരുന്നപ്പോൾ ഒരിക്കൽ പോലും അടച്ചിട്ടൊരു മുറിയിൽ കയറി ചെന്നില്ല. കയറി ചെന്നോ? ഇല്ല. ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് എന്ത് ചെയ്തത്? കർത്താവ് എന്ത് ചെയ്തത്? ആ കാര്യങ്ങൾ ചെയ്തു. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അവൻ കാലത്തിന് അതീതനാണ്. രണ്ട്, സ്പേസിന് അതീതനാണ്. സ്ഥലത്തിനും സമയത്തിനും അതീതനാണ് കർത്താവ്. അപ്പൊ യേശു ക്രിസ്തു എന്നെ രക്ഷകനാണെന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ അംഗീകരിക്കുന്നു: അവൻ ഉയർത്തെഴുന്നേറ്റതിനാൽ അവൻ ആരും കൂടെയാണ്? സ്ഥലത്തിന് അതീതനാണ്. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്റെ രഹസ്യ ജീവിതം ആരും കാണാതെ ഒരു മുറിക്കകത്ത് ഞാൻ മാത്രം ഉള്ളപ്പോഴും എന്റെ കർത്താവിന് അവിടെ വരാൻ പറ്റും. അവൻ എന്നെ കാണാൻ. ശരിയല്ലേ? അത് ഞാൻ വിശ്വസിക്കണം. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ യേശുവിനെ കർത്താവ് എന്ന് പറയുന്നത് കർത്താവ് സ്വർഗത്തിൽ ഞാൻ ഇവിടെയും അല്ല. യു ഹാവ് ബീൻ കർത്താവിനെ രക്ഷകനായി പറഞ്ഞ് കർത്താവിനെ സ്വർഗത്തിലേക്ക് നോക്കി വിളിക്കുകയും ഇവിടെ എനിക്ക് വാതിൽ അടച്ചിട്ടിട്ട് എന്റെ ഹൃദയത്തിന്റെ വാതിൽ അടച്ചും മുറിയുടെ വാതിൽ അടച്ചും രഹസ്യമായി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ പേഴ്സണൽ ലൈഫിനെ നന്നായി കാണുന്ന ഒരു കർത്താവ്. എന്റെ ചിന്തകൾ ഞാൻ മാത്രം ചിന്തിക്കുമ്പോഴും എന്റെ ജീവിതത്തിന്റെ രഹസ്യ സ്വഭാവങ്ങൾ ഞാൻ നിലനിർത്തുമ്പോഴും ആർക്കും അത് കാണാതിരിക്കുമ്പോഴും എന്റെ കർത്താവ് എന്റെ ജീവിതത്തെ കാണുന്നുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ ഗ്ലോറിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ കർത്താവിന്റെ ആധിപത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാൻ എന്ത് വിശ്വസിക്കുന്നു? കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാകയാൽ എനിക്കൊരു രഹസ്യ ജീവിതമില്ല. എന്റെ ജീവിതം കർത്താവിന്റെ മുമ്പിൽ പ്രാലേഖനം പറഞ്ഞ നഗ്നവും. ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വേണ്ടാത്ത ചിന്ത ഹൃദയത്തിലേക്ക് വരുമ്പോ, ആരും കാണാതെ ഒറ്റയ്ക്ക് മുറിക്കാതെ നമ്മൾ തന്നെ ആയിരിക്കുമ്പോ, ആരും നമ്മളെ അറിയുന്നില്ല എന്ന് പൂർണ്ണ ബോധ്യം നമുക്ക് ഇടപെടും. ലോകം മുഴുവൻ നമ്മളെ കണ്ടില്ലെങ്കിലും ആരും നമ്മെ കണ്ടില്ലെങ്കിലും എന്റെ സ്നേഹിതൻ, ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്റെ കർത്താവിന്റെ ദൃഷ്ടിക്ക് പുറത്തല്ല ഞാൻ. ഇതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഇതിനെ പറയാം. എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യവും കർത്താവ് കാണുന്നുണ്ട്. നമുക്ക് ബലപ്പെടാമല്ലോ. കർത്താവ് അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. എന്റെ പാപങ്ങളും കർത്താവ് കാണുന്നുണ്ട് എന്ന് ആ വലിയ ബോധ്യമുള്ള ദൈവമക്കളെ ഓർത്തിയാണ് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കാലം ഉയർത്തി ദൈവത്തിന് സ്തുതിക്കാം. ആ സ്തോത്രം ഈ വചനത്തിന്റെ അംഗീകാരമാണ് കേട്ടോ. വെറുതെ അല്ല, നിങ്ങൾ കേട്ട വചനത്തിന്റെ അംഗീകാരമാണ് സ്തോത്രം. ദൈവത്തിന്റെ മുൻപാകെ ഇവിടെ നമ്മൾ ഏറ്റുപറച്ചിലാണ്: എന്റെ ദൈവമേ, എനിക്കറിയാം ഞാൻ എങ്ങനായിരിക്കുമ്പോഴും എന്റെ രഹസ്യ ജീവിതത്തിൽ നിന്റെ ദൃഷ്ടിയുണ്ട് എന്ന് ഞാൻ അറിയുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ദൈവം വളരെ വേഗം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിനെതിരെ നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമുക്കെതിരെ കുറ്റം ചുമത്തുന്ന പിശാചിന്റെ അപവാദങ്ങളുടെ കീഴിൽ എന്തുണ്ട്? കർത്താവിന്റെ ആധിപത്യത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ജയമുണ്ട്. എന്നെ കുറ്റം ചുമത്താൻ പറ്റത്തില്ല. എന്റെ നീതീകരണത്തെ പിശാച് കുറ്റം ചുമത്തുവാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്റെ ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നു. രണ്ടാമതായി ഞാൻ പറഞ്ഞത് എന്റെ രഹസ്യ ജീവിതത്തിൽ എന്തുണ്ട്? ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഇനി 35 മുതൽ 39 വരെയുള്ള വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാൽ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിത്യനിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണതയും. അപ്പം പിശാച് നമുക്കെതിരെ നടത്തുന്ന ആ അദൃശ്യ മണ്ഡലത്തിൽ നമുക്ക് ജയമുണ്ട്.
ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, നമ്മുടെ രഹസ്യ ജീവിതത്തിന്മേൽ കർത്താവ് ദൃഷ്ടി വെച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് ജയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്, നമ്മുടെ ഓപ്പൺ ലൈഫ്. ഓപ്പൺ ലൈഫ് കഷ്ടത, സങ്കടം, ഉപദ്രവം, ആഹാരമില്ലായ്മ, വസ്ത്രമില്ലായ്മ, വരാവുന്ന അനർത്ഥങ്ങൾ. ഇനി എന്തോ അവിടെ എഴുതി ചേർക്കാൻ പറ്റുന്നത്? ഇനി എന്തോ അവിടെ എഴുതി ചേർക്കേണ്ടത് എല്ലാം ഉണ്ടോ? നമ്മൾ ഇത് ഇത്രേ കാണുന്നുള്ളൂ. നമ്മൾ കാണുന്ന മണ്ഡലം ഇതാ, അല്ലേ? കാണുന്ന മണ്ഡലം ഇതാ. നമ്മുടെ ദൈവത്തിന് നേരെ വരുന്ന കഷ്ടതകൾ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് നിലയിലാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ക്രിസ്ത്യാനിയായിട്ട് നാം അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ, അല്ലാതെ ജീവിതത്തിന് നേരെ വരുന്ന നമ്മുടെ പ്രയാസങ്ങൾ. ഈ രണ്ട് കഷ്ടതകളെയും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. സങ്കടം, നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന ജീവിത പ്രശ്നങ്ങൾ. ഉപദ്രവം, അതും ക്രിസ്ത്യാനിയായിരിക്കുന്ന നിമിത്തം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. പട്ടിണി, ആപത്ത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. നമുക്ക് ഇത് വായിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എന്നാൽ ആദിമ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഈ ലേഖനം എഴുതുന്ന കാലത്ത് അന്നത്തെ ദൈവസഭയ്ക്ക് ഈ വാക്കുകൾ അന്വർത്ഥമായിരുന്നു. സ്തോത്രം. പൊതു മാർക്കറ്റിൽ നിന്ന് അവർക്ക് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പൊതുവായ യാതൊരു കാര്യങ്ങളിലും ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിയത്തില്ല. പ്രതിസന്ധികൾ ഒന്നല്ല, പലതുണ്ട്. റോമ സാമ്രാജ്യത്തിൽ അവിടെ അംഗീകരിക്കപ്പെട്ട മതമുണ്ട്. അവിടുത്തെ ഗവൺമെന്റ് ജോലിയിലോ പട്ടാളത്തിലോ ഒരുവൻ കയറിയാൽ അവിടെ അംഗീകരിക്കപ്പെട്ട മതത്തിന്റെ മതാചാരങ്ങളുടെ ഭാഗമായി ഓരോ ഗവൺമെന്റ് ജീവനക്കാരനും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആദിമ ക്രിസ്ത്യാനി പട്ടാളത്തിൽ ചേരുകയോ ഗവൺമെന്റ് ജോലികൾ എടുക്കുകയോ ചെയ്തിരുന്നില്ല. ഇങ്ങനെ തങ്ങളുടെ വിശ്വാസത്തിന് എതിരായി വരുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് കിട്ടാവുന്ന ജോലികൾ ഉപേക്ഷിച്ചും കിട്ടാവുന്ന സാഹചര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിന് കേടുവരുത്തുമെന്നറിഞ്ഞ് മാറി നിൽക്കുകയും ചെയ്തവരായിരുന്നു ആദിമ ക്രിസ്ത്യാനികൾ. മറ്റൊരു വശം, അവർക്ക് തന്നെ നിഷേധിക്കപ്പെട്ടിരുന്നു. ഒരു പ്രധാന കാരണം, തിരുവത്താഴം നടക്കുമ്പോൾ അത് യേശുക്രിസ്തുവിന്റെ മാംസവും രക്തവുമാണെന്നുള്ള ആ റെഫറൻസ് അന്നത്തെ ആളുകൾ കേട്ടിട്ട് ഇവരെ നരഭോജികളെന്ന് ക്രിസ്ത്യാനിയെ വിളിക്കാൻ തുടങ്ങി. നരഭോജികളായ ക്രിസ്ത്യാനികളെ അവർ മാംസവും രക്തവും തിന്നുന്നവരെന്ന് പറഞ്ഞ് നരഭോജികളെന്ന് കുറ്റം ചുമത്തി ജീവിതത്തിന്റെ മെയിൻധാരയിൽ നിന്ന് മാറ്റി നിർത്തി അവർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ഫെസിലിറ്റീസ് ഒക്കെ അവർക്കെതിരെ തള്ളിക്കളഞ്ഞപ്പോൾ, അവർക്ക് കിട്ടാതെ നിഷേധിക്കപ്പെട്ടപ്പോൾ ജീവിതത്തിന്റെ റിയലായ പട്ടിണിയും ആപത്തും വാളും നഗ്നതയും അവരോരോരുത്തരും അനുഭവിച്ചിരുന്നു. നമ്മൾ ഇന്ന് പറയുന്ന കഷ്ടതയൊന്നും അല്ലത്. നമുക്ക് വരുന്നൊരു ചെറിയ പ്രയാസമോ മാനസിക സംഘർഷങ്ങളോ ഒന്നുമല്ല. ലിറ്ററലാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. വെരി വെരി ലിറ്ററൽ. ആഹാരമില്ലാതെ പട്ടിണി, ആപത്ത്, വാള് ഏതു സമയത്തും. ഒരു ചെറിയ വ്യത്യാസത്തെ വാള് മെഡലിൽ വരും. ഫിലിപ്പിനെ തന്നെ ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിഞ്ഞ് പിടിച്ച് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയാൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാകത്തില്ല. ആ കാലഘട്ടത്തിൽ റോമ ചക്രവർത്തിയെ അഡ്രസ് ചെയ്യുന്ന സാധാരണ പൗരൻ അഡ്രസ് ചെയ്യുന്ന ടൈറ്റിലാണ് കുരിയൂസ്. ഗ്രീക്കിൽ, ഇംഗ്ലീഷിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ലോർഡ് എന്നാണ്. അതാണ് മലയാളത്തിൽ കർത്താവ് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ആ സെയിം ടൈറ്റിലാണ് റോമ ചക്രവർത്തിയെ സാധാരണ പൗരൻ അഡ്രസ് ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ആരാണ് നിന്റെ കർത്താവ്?
വളരെ സിമ്പിളായിട്ട് ഗ്രീക്കിൽ പറഞ്ഞാൽ ഈസൂസ് കുരിയോസ് എന്ന് ക്രിസ്ത്യാനി പറയും. ജീസസ് ഈസ് ലോർഡ് അല്ലെങ്കിൽ സീസർ കുരിയൂസ്. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ ഇത്രയും ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ആണ് നിൽക്കുന്നത്. ഒന്നുകിൽ പറയും ഈസൂസ് കുരിയൂസ് അല്ലെങ്കിൽ സീസർ കുരിയൂസ് എന്ന് പറഞ്ഞാൽ മതി. ഒന്നുകിൽ ജീസസ് ഈസ് ലോർഡ് ഓർ സീസർ ഈസ് ലോർഡ്. ഈ ചെറിയ വ്യത്യാസത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാം വാങ്ങിച്ച് നിങ്ങൾ ഓർത്ത് നിങ്ങൾ അവിടെ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ വിനായകരണം കണ്ടെത്തും. ദൈവത്തിന് അറിയാമല്ലോ എന്റെ കാര്യം, അല്ലേ? ഞാനത്ര ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിന് അറിയാമല്ലോ. ഇവിടെ ഇപ്പം ജീവനാകാര്യം, അല്ലേ? പക്ഷെ ക്രിസ്ത്യാനി അത് ചെയ്യത്തില്ല. ക്രിസ്ത്യാനി ചെയ്യത്തില്ല. അവൻ ഉറക്കെ പറയും യേശുസ് ക്രിസ്തുസ്. നിങ്ങൾ കേട്ടോ? ഞാൻ പറഞ്ഞൊക്കെ കേട്ടോ? വില കൊടുത്ത് ജീവിച്ചവനാ ആദ്യ ക്രിസ്ത്യാനി. Praise the Lord. Hallelujah. Praise the Lord. വില കൊടുത്ത് ജീവിച്ചവനാ ക്രിസ്ത്യാനി. അപ്പോൾ അവന് വാള്, ലിറ്ററൽ ആ വാള്. നമ്മൾ പറഞ്ഞ പിശാചിന്റെ വാളൊന്നുമല്ല, റോമൻ ചക്രവർത്തിയുടെ വാൾ ഓരോ ക്രിസ്ത്യാനിയുടെയും പടലയ്ക്കുണ്ട്. കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, ലിറ്ററലായ നഗ്നതയുണ്ട്, സംരക്ഷണം കിട്ടത്തില്ല. ഇതെല്ലാം അവർക്ക് നേരെ നിന്നപ്പോഴും പറയുകയാണ്, എന്റെ ഈ ജീവിതത്തിന്റെ ഈ പ്രത്യക്ഷമായ ഒരു കാര്യത്തിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ നീതീകരണത്തിൽ നിന്ന്, യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയത്തില്ല. കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്തോ ഭയങ്കര ശക്തമായ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. നോക്കി സമയം തരിക, പെട്ടെന്ന് നമുക്ക് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം. നാമോ 37 വാക്യം. ഞാൻ ന്യൂ ജനറേഷൻ പാസ്റ്റർ അല്ലെങ്കിൽ എന്റെ കൂടെ വാക്യം വായിക്കാമോ? നമുക്ക് എല്ലാവരും കൂടെ റെഡി? ഹിയർ വി ഗോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. നിങ്ങളാ ഇത് പറഞ്ഞേ, ഞാൻ വാക്യം വായിച്ചതേ ഉള്ളൂ. രാത്രി ഈ തീരുമാനം ശക്തമാണോ? ഇങ്ങനെ ഒരു ഭയങ്കര തീരുമാനം ദൈവത്തിന് മുമ്പിൽ എടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ അദൃശ്യമണ്ഡലത്തിലെ അന്ധകാരത്തിന്റെ ശക്തി നമുക്കെതിരെ നിൽക്കുമ്പോഴും അവിടെ നമുക്ക് ജയമുണ്ട്. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമുക്ക് ജയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പരസ്യ ജീവിതത്തിലും എന്തുണ്ട്? വായിച്ചു നിർത്തുന്നു. അടുത്തത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ദൈവത്തിന് സ്തോത്രം മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നമുക്ക് ദൈവത്തിന്റെ മുൻപാകെ ഒരു ഉറപ്പ് കിട്ടിയാൽ അത് ശ്രേഷ്ഠമാണ്. ദൈവത്തിന് സ്തോത്രം. ഉറപ്പ് നമ്മിൽ നിന്ന് ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന ഒരു കവി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് ആശ്ചര്യ ചൂടാമണികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം. ആശ്ചര്യ ചൂടാമണിയിൽ 50ാമത്തെ കവിത. അതിൻ്റെ മൊത്തത്തിലുള്ള മെസ്സേജ് ഇത്രയേ ഉള്ളൂ. കേട്ടോ, ഒരു നല്ല കഥയാണ്. ആ കഥ ഇങ്ങനെ പോകുന്നു. ഒരു രാജ്യത്ത് ഒരു ഭിക്ഷക്കാരൻ എല്ലാ ദിവസവും ഭിക്ഷപാത്രം പിടിച്ചുകൊണ്ട് ഭിക്ഷ എടുക്കാനായിട്ട് വരും. ഭിക്ഷയെടുത്ത് എവിടെയെങ്കിലും വൈകിട്ട് ഒരിടത്ത് ചെന്ന് താൻ ആ ഭിക്ഷ കിട്ടിയത് കൊണ്ട് ജീവിക്കും. ഒരു നാൾ അദ്ദേഹം ഭിക്ഷയെടുത്ത് ഒരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആ രാജ്യത്തിലെ രാജാവ് മാത്രം സഞ്ചരിക്കുന്ന രാജവീതി ക്രോസ് ചെയ്തു പോകണം അടുത്ത വില്ലേജിൽ. രാജവീതിയോട് അദ്ദേഹം അടുത്തു വന്നപ്പോൾ ദൂരവേ നിന്ന് വലിയ ആരവാരവും ഒച്ചയൊക്കെ കേട്ടു. ആളുകൾ വരുന്നത് കേട്ടു. അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തു. മനസ്സിലായി, രാജ്യത്തിലെ രാജാവ് ഈ സമയം ഇതിലൂടെ പാസ് ചെയ്യുകയാണ്. ഒരിക്കൽ പോലും രാജാവിനെ കണ്ടിട്ടില്ലാത്ത ഈ ധർമ്മക്കാരൻ, ഭിക്ഷക്കാരൻ അല്പം അകലേക്ക് മാറി ശ്രദ്ധിക്കപ്പെടാതെയും അപ്പോൾ തന്നെ
തനിക്ക് രാജാവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടും കൂടെ ഈ റോഡിന്റെ അരികിൽ കാത്തു നിൽക്കുകയാണ്. ഇതിലെ പാസ് ചെയ്യുമ്പോൾ രാജാവിനെ ഒരു നോക്ക് കാണാം. ഈ ആരവാരം അടുത്തു വന്നു, അടുത്തടുത്ത് വന്നു. ഈ ഭിക്ഷക്കാരന്റെ നേർക്ക് രാജാവ് സഞ്ചരിക്കുന്ന രഥം വന്നപ്പോൾ രാജാവിന്റെ രഥം ഓടിക്കുന്നവനോട് പറഞ്ഞു രഥം നിർത്താൻ. അപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ സന്തോഷമായി. രാജാവിനെ ഒന്ന് നേരെ കാണാൻ പറ്റുമല്ലോ. രഥം നിർത്തി. രഥത്തിൽ നിന്ന് രാജാവ് ഇറങ്ങിയ രാജാവ് ഈ ഭിക്ഷക്കാരന്റെ നേർക്ക് നടന്നു വരികയാണ്. സ്തബ്ധനായി, പേടിച്ചു, വരണ്ടു നിൽക്കുകയാണ്. എന്തിനായിരിക്കും രാജാവിന്റെ വീതിയുടെ അരികിൽ ഞാൻ നിൽക്കുകയാണ്? ഞാൻ ഭിക്ഷക്കാരനാണ്, എനിക്ക് സാധ്യതയുള്ള ഒരിടമല്ല, ഇവിടെ നിൽക്കുകയാണ്. ആ രാജാവ് അടുത്തേക്ക് നടന്നു വരുമ്പോൾ പേടിച്ചു വിറച്ച് ജീവനിൽ ഭയന്ന് നിൽക്കുന്ന ഭിക്ഷക്കാരന്റെ അടുക്കൽ വന്നിട്ട് രാജാവ് കൈ നീട്ടി അവിടെ അയാളുടെ നേർക്ക് വിചാരിച്ചു. രാജാവിന് പ്രസാദം തോന്നിയാൽ തനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചത്. പക്ഷെ നടന്നത് തിരിച്ച. രാജാവ് വന്ന് ഭിക്ഷക്കാരന്റെ നേർക്ക് കൈ നീട്ടി. അമ്പരന്ന് സ്തബ്ധനായി നിൽക്കുന്ന ഭിക്ഷക്കാരൻ തന്റെ ഭിക്ഷപാത്രത്തിലേക്ക് നോക്കിയപ്പോൾ ചില ധാന്യമണികൾ കിടപ്പുണ്ട്. വിറയ്ക്കുന്ന കൈകളോടുകൂടി അതിൽ നിന്ന് ഒരു ധാന്യമണി എടുത്ത് രാജാവിന്റെ കയ്യിൽ വെച്ചു. രാജാവ് ഇത് വാങ്ങിക്കൊണ്ട് തന്റെ രഥത്തിൽ കയറി മടങ്ങി പോകുന്നു. മറുപടി ഒന്നും പറയുന്നില്ല. സ്തബ്ധനായി കുറച്ചു നേരം അവിടെ നിന്ന് ഈ ഭിക്ഷക്കാരന്റെ കയ്യിൽ നിന്ന് ഈ ഭിക്ഷപാത്രം താഴെ വീഴുന്നു. പേടിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവിച്ചെന്നറിയാൻ നിൽക്കുക. ഭിക്ഷപാത്രം താഴെ വീണപ്പോൾ താൻ കാണുന്നത് എന്താണെന്ന് അറിയാമോ? തന്റെ ഭിക്ഷപാത്രത്തിൽ താഴെ വീണ ധാന്യമണികൾ ഓരോണ്ണം തിളങ്ങുന്നു. നോക്കുമ്പോൾ അതൊരു സ്വർണ്ണ ധാന്യമണിയാണ്. അദ്ദേഹം ചിന്തിക്കുന്ന ഒരു ചിന്ത. ആ കവിതയുടെ അവസാനം ഇങ്ങനെയാണ്: രാജാവിന്റെ നേർക്ക് കൈ നീട്ടിയപ്പോൾ എന്റെ പാത്രത്തിനുണ്ടായിരുന്ന മുഴുവൻ ധാന്യമണികളും കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതെല്ലാം ഇപ്പോൾ സ്വർണ്ണ ധാന്യമണികളായേനെ എന്ന്. ചില കോമൺ സെൻസുള്ള എല്ലാവർക്കും ഇത് ഈ കവിതയുള്ളതാണ്. നിന്റെ പിള്ളേർ കിട്ടുന്നെങ്കിൽ വായിച്ചു നോക്കിക്കോ. അത് ബംഗാളി ഭാഷയിൽ ഒറ്റ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു: നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് വേണോ അതോ ദൈവത്തിന് കൊടുക്കണം? ഒന്നിനും എൻ്റെ ജീവിതത്തിൽ ഒന്നിനും എന്നെ തകർക്കുവാൻ കഴിയില്ല. നമ്മുടെ കടകളടക്കം പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഒറ്റ ചോദ്യമേ ഉള്ളൂ: ഈ ജീവിതം യേശുവിന് കൊടുക്കുവാൻ കഴിയണം. കർത്താവേ തരണമേ തരണമേ എന്ന് ദൈവത്തോട് അലറി നിലവിളിക്കുന്ന നമ്മുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ട് ഇന്ന് രാത്രി എന്റെ ജീവിതം എത്ര ഭാരമേറിയതാണെങ്കിലും മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ ഉറപ്പുള്ള വിശുദ്ധന്മാർക്ക് എഴുന്നേറ്റ് ദൈവത്തിന് സ്വന്തം. ആ ഉറപ്പിന്റെ രാത്രി ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. ഉറപ്പുള്ളവരെന്ന് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ കർത്താവിന് ഈ ജീവിതം സമർപ്പിച്ച് ദൈവത്തിന് സ്തോത്രം.